ഈ ദേശീയ ഗാനം വന്ദേമാതരമാക്കി അത് പാടിത്തുടങ്ങിയിരിക്കുന്നു. പലയിടത്തും ആദ്യ ഖണ്ഡികകൾ പാടുന്നു, ചിലയിടത്ത് മുഴുവനും പാടുന്നു, തെറ്റിച്ച് പാടുന്നു, ചൊല്ലിപ്പാടുന്നു, ചുണ്ടനക്കി പാടുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴും നമ്മളെ ത്രസിപ്പിക്കുന്നത് ആ ടോൺ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനമാണ്. അതിപ്പോഴും അതിൻ്റെ ടോൺ കേട്ടാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലുണ്ടാവും. ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അതത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ വർഷങ്ങളായി ഇങ്ങനെ കേട്ട് കേട്ട് കാതിലൂടെ ചിന്തകളിൽ ഹൃദയങ്ങളിൽ ഒക്കെ പതിഞ്ഞ ആ ശബ്ദം അലയൊലികൾ പോലെ പ്രവഹിക്കും. ഞാനത് പറഞ്ഞത് വളരെ വേറിട്ട ഒരു ദേശീയ ഗാനാലാപനം കേട്ടു. വേറിട്ടെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളൊന്നും കൊണ്ടല്ല, ഒരു നാഗാലാൻഡിലെ ഒരു കുഞ്ഞു ബാലൻ ദേശീയ ഗാനം ആലപിക്കുന്ന ദൃശ്യങ്ങൾ കൊള്ളാം, ഭംഗിയുണ്ട്, അതുകൊണ്ട് കേൾപ്പിച്ചതാണ്. പണ്ടെൻ്റെ മകൻ ചെറുപ്പത്തിൽ പാടുമ്പോൾ ഇത് പാടിത്തീരുമ്പോൾ ഠിങ് എന്നൊരു സൗണ്ട് അവൻ കൂടി അടിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ സ്കൂൾ വിടുന്ന സമയത്ത് പാടിക്കഴിഞ്ഞ് ഉടൻ ബെല്ലടിക്കുന്ന ആ ശബ്ദം പോലും ഇതിനോട് ചേർത്ത് വച്ചിരിക്കുന്ന മനസ്സിൻ്റെ ചിന്തകളാണ് ദേശീയ ഗാനമായി പതിഞ്ഞിട്ടുള്ളത്. ഇനി പുതിയ കാലത്തിൻ്റെ ദേശീയ ഗാനമൊക്കെ ചിലപ്പോൾ 1, 2, 3 തലമുറ കഴിയുമ്പോൾ ഇതുപോലെ ആകുമായിരിക്കും. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജനഗണമന തന്നെയാണ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്.